നമസ്കാരം. 18ാം ലോക്സഭയിലേക്കുള്ള ആവേശ മത്സരത്തിലാണ് രാജ്യം. NDA ഹാട്രിക് ഭരണം ലക്ഷ്യമിടുമ്പോൾ നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുമെന്ന പ്രഖ്യാപനവുമായി പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ മുന്നണിയാണ് മറുവശത്ത് മത്സരിക്കുന്നത് എന്നുള്ളതാണ്. NDA ഇന്ത്യ മുന്നണി പോര് മൂർച്ഛിച്ചിരിക്കെ ഒരു സർവേ ഫലം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. എന്നാൽ ഈ പ്രചാരണം തെറ്റാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഹിന്ദി ദിനപത്രമായിട്ടുള്ള ദൈനിക് ഭാസ്കറിൻ്റെ മെഗാ സർവേ ഫലം എന്ന അവകാശവാദത്തോടെയാണ് പത്രവാർത്തയുടെ കട്ടിംഗ് പ്രചരിക്കുന്നത്. ഇന്ത്യ ബ്ലോക്ക് 10 സംസ്ഥാനങ്ങളിൽ ലീഡ് നേടുമെന്നും NDAയെ ദക്ഷിണേന്ത്യയിൽ സംസ്ഥാനങ്ങളിൽ നിന്ന് തുടച്ചു നീക്കുമെന്നും പ്രീപോൾ സർവേ ഫലങ്ങൾ പറയുന്നു എന്നാണ് പ്രചാരണം. ദൈനിക് ഭാസ്കർ ദിനപത്രത്തിൻ്റെ 2024 ഏപ്രിൽ മാസം 13-ാം തീയതിയിലേത് എന്ന് പറയപ്പെടുന്ന സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഇത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദൈനിക് ഭാസ്കർ നെൽസൺ സർവേ ലീഡ് എന്ന് പറയപ്പെടുന്നത്. ഇതിൻ്റെ 10 സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം 200-ലധികം സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടുമെന്നും ഹിന്ദി ഹൃദയഭൂമിയിൽ പോലും BJPക്ക് വോട്ട് കിട്ടാൻ പാകത്തിലുള്ള ഇമേജ് നരേന്ദ്രമോദിക്കില്ല എന്നും ബീഹാറിലും പശ്ചിമ ബംഗാളിലും മഹാരാഷ്ട്രയിലും നിന്ന് NDA തുടച്ചു നീക്കപ്പെടുമെന്നും പത്രക്കട്ടിംഗ് പങ്കുവച്ചുകൊണ്ട് പലരും എക്സ് അടക്കമുള്ള, അതായത് പഴയ ട്വിറ്ററിലടക്കം കുറിക്കുകയാണ്. ദൈനിക് ഭാസ്കറിൻ്റെ സർവേ ഫലം എന്ന് ചൂണ്ടിക്കാട്ടി മറ്റൊരു ന്യൂസ് കാർഡ് കൂടി പ്രചരിക്കുന്നുണ്ട്. 326 സീറ്റുകളാണ് സർവേ ഫലം ഇന്ത്യ മുന്നണിക്ക് നൽകുന്നത് എന്നതാണ് ഈ കാർഡിൽ കാണുന്നത്. NDA സഖ്യം 194 സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്നും ആ സർവേ പറയുന്നു. എന്നാൽ ഇതിൻ്റെ വസ്തുത എന്താണെന്ന് അറിയണ്ടേ? എന്നാൽ ഇങ്ങനെ ഒരു സർവേ ഫലം ദൈനിക് ഭാസ്കർ പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എഡിറ്റ് ചെയ്ത് തയ്യാറാക്കിയ സ്ക്രീൻഷോട്ടാണ് വൈറലാക്കിയിരിക്കുന്നത്. ദൈനിക് ഭാസ്കറിൻ്റെ ഏപ്രിൽ 13-ാം തീയതിയിലെ പത്രത്തിൽ സ്ക്രീൻഷോട്ടിൽ കാണുന്നത് പോലെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടേയില്ല. പ്രചരിക്കുന്ന സ്ക്രീൻഷോട്ടും ന്യൂസ് കാർഡും വ്യാജമാണ് എന്ന് ദിനപത്രം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് ഈ 18ാം ലോക്സഭയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പ് കാലത്ത് 350 സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുമെന്നും 194 സീറ്റുകളിലേക്ക് BJP അല്ലെങ്കിൽ NDA സഖ്യം തരംതാഴുമെന്നുമൊക്കെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്? ആര് ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ്. BJP വീണ്ടും അധികാരത്തിലെത്തുമെന്നും ഹാട്രിക് നേടുമെന്നും നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്നുമുള്ള ചിന്തകൾ ജനഹൃദയങ്ങളിൽ ഊട്ടിയുറപ്പിക്കുമ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള വിഡ്ഢി വാർത്തകൾ കൊടുക്കുന്നതിന് മുതിരുന്നവരാരാണ്? നരേന്ദ്രമോദിക്കെതിരെ, BJPക്കെതിരെ, NDAക്കെതിരെ നടത്തുന്ന ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ ഒരിക്കലും അവർക്ക് ഭൂഷണമല്ല എന്നുകൂടി പറയട്ടെ. മത്സരത്തിൽ ആരോഗ്യകരമായിട്ടുള്ള മത്സരങ്ങൾ നടത്തി മുന്നോട്ട് പോകുവാനുള്ള ശ്രമം നടത്തുക. ചിലപ്പോൾ ഒന്ന് കൂട്ടായ പരിശ്രമം നടത്തിയാൽ നരേന്ദ്രമോദിയെയല്ല ഏത് BJPയെയും തരപറ്റിക്കാൻ പറ്റുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. പക്ഷേ അഴിമതിയും സ്വജനപക്ഷപാതവും അരാജകത്വവും കൊണ്ട് നിറയപ്പെട്ട പാർട്ടികളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളോടൊപ്പം നിൽക്കാൻ ജനമുണ്ടാകില്ല, ഈ ജനത ഉണ്ടാവില്ല, ഒരു രാജ്യം തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് കൺവിൻസിംഗ് ആവുന്ന മറുപടിയുമായി ഒരു പുതിയ മൂവ്മെൻറ്റ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ അല്ല, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയൊന്നും അല്ല, അല്ലാതെ ഒരു മൂവ്മെൻറ്റ്, യുവാക്കളുടെ ഒരു സംഘം പുറപ്പെടേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നരേന്ദ്രമോദിയെയും BJPയെയും പിടിച്ചു കെട്ടുവാനുള്ള കരുത്ത് ആ യുവാക്കൾക്കുണ്ടാകൂ. അങ്ങനെയുള്ള ഒരു പുതിയ മൂവ്മെൻറ്റ് വന്നാൽ മാത്രമേ ഈ നവഭാരതത്തിലേക്കുള്ള നമ്മുടെ യാത്ര പൂർണ്ണമാവുകയുള്ളൂ. 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ആവേശഘട്ടത്തിൽ നിൽക്കുമ്പോൾ തരംതാണ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി അധികാരത്തിലെത്താമെന്ന് മോഹിക്കുന്നത് വ്യാമോഹമാണ് എന്ന് പറയേണ്ടി വരും. 18ാം ലോക്സഭയും തൂക്കുന്നത് നരേന്ദ്രമോദി തന്നെയായിരിക്കും, ഭരിക്കുന്നത് BJPയും.